ഇന്നിതാ വൈകുന്നേരം ആയപ്പോഴത്തേക്കും മക്കൾക്ക് ഭയങ്കര വിശപ്പാണേ. ഇന്ന് മാത്രമല്ല കേട്ടോ, അവധി ദിവസങ്ങളിൽ ഇങ്ങനെയാണ് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ അവർക്ക് വല്ലാത്ത വിശപ്പായിരിക്കും കേട്ടോ. അവർക്ക് ഈ പാക്കറ്റ് സാധനങ്ങളോടാണ് കൂടുതൽ താല്പര്യം കേട്ടോ. മിച്ചർ, ചിപ്സ്, ഇങ്ങനത്തെ അല്ലറ ചില്ലറ അളുക്കുളുക്ക് സാധനങ്ങളുണ്ടല്ലോ, അതിൻ്റെ കൂടെയാണ് താല്പര്യം കേട്ടോ. അവർക്ക് ഈ നാടൻ ഭക്ഷണങ്ങളോട് താല്പര്യമേ ഇല്ല. അപ്പം ഞാൻ ഇലയുടെ ഉണ്ടാക്കി തരട്ടേന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് സമ്മതിച്ചു കേട്ടോ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനിതാ ഇലയൊക്കെ ഒന്ന് അടർത്തി എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വാഴ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഇലയാണ് കേട്ടോ അടർത്തി എടുക്കുന്നത്. അപ്പോൾ ഈ ഇലയ്ക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇവിടെ ഇത് വട്ടത്താമര ഇലയോ അങ്ങനെ എന്തോ പറയും കേട്ടോ. പിന്നെ മിക്ക ചായക്കടകളിലും ഈ ഒരു ഇലയിലാണ് അട ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ അട കഴിക്കത്തുള്ളൂ കേട്ടോ. അമ്മ മധുരമായതുകൊണ്ട് കഴിക്കത്തില്ല. മക്കൾ പൊതുവേ ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഈ നാടൻ ഭക്ഷണങ്ങളോട് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ഞാനിതാ മാവയ്ക്കൊന്ന് കുഴച്ചെടുക്കുന്നുണ്ടേ. അപ്പോൾ അരിമാവിരിപ്പില്ല കേട്ടോ. പിന്നെ ഗോതമ്പ് മാവായതുകൊണ്ട് മക്കൾ കഴിക്കത്തില്ല. അപ്പോൾ ഞാനിതാ മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുഴയ്ക്കുമ്പോൾ ഇതാ മോൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അവൻ സ്ലൈം എന്നൊക്കെ പറഞ്ഞിട്ട് മാവ് കുഴയ്ക്കാനാണ് വരുന്നത് കേട്ടോ. അവൻ പറയുന്നത് ഇത് സ്ലൈം പോലെ ഇരിക്കുന്നതാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത് കേട്ടോ, ഇത് വെള്ളം കൂടിപ്പോയി, അതുകൊണ്ടാണ് അവൻ സ്ലൈം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ വേഗം മാവയ്ക്കൊന്ന് ഇലയിൽ പരത്തിയെടുത്തപ്പോൾ കുറച്ച് ഇതാ ഒട്ടി ഒട്ടി പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, വെള്ളം കൂടിയത് കൊണ്ട് തന്നെ. എന്നിട്ട് ഞാനിതാ തേങ്ങയും ശർക്കരയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ അതിനകത്ത് എടുത്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ ഒരു 4 എണ്ണം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിത് മിക്സും അതിനകത്ത് വെച്ചിട്ട് ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. അപ്പം 4 എണ്ണം എന്ന് പറഞ്ഞത് എനിക്കും മക്കൾക്കും പിന്നെ ഏട്ടനില്ല കേട്ടോ. പിന്നെ അമ്മയ്ക്ക് ഞാൻ മധുരം ഇടാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം 5 എണ്ണേ ഉണ്ടാക്കുന്നുള്ളൂ, അതിനപ്പുറത്ത് ഞാൻ ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഇത് കാരണം എന്തെന്ന് വെച്ചാൽ ഒന്നിനപ്പുറത്ത് ഇവിടെ ആരും കഴിക്കില്ല കേട്ടോ. എല്ലാവരും ഓരോന്നേ കഴിക്കുള്ളൂ. പിന്നെ ഉണ്ടാക്കി വെറുതെ എന്തിനാണ് വേസ്റ്റാക്കി കളയണമെന്ന് കരുതിയിട്ട് ഞാൻ കറക്റ്റായിട്ട് അതിനുള്ള മാവേ ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് അമ്മയ്ക്ക് ഞാനിതാ മധുരം ഇടാതെ തേങ്ങ മാത്രം ഇട്ടിട്ട് ഇതാ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതാ എല്ലാം ഒന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ, വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് മാവൊക്കെ ഒലിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പോഴമ്മ പറഞ്ഞു അതൊക്കെ വേകുമ്പോൾ സെറ്റായി കൊള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ആ ഒരു സമാധാനത്തിൽ ഞാനിതാ ഇഡ്ഡലി പാത്രമൊക്കെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ വെന്തപ്പോഴത്തേക്ക് ഞാൻ അത്ഭുതപ്പെട്ടു കേട്ടോ. ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരുന്ന മാവെല്ലാം ഇതാ സെറ്റായിരിക്കുന്നുണ്ടായിരുന്നേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മക്കൾക്കും എനിക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതാ ഞാനും മക്കളും കൂടെ സിറ്റ് ഔട്ട് ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. അമ്മയ്ക്ക് പിന്നെ പൊതുവേ ക്യാമറയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അമ്മ അകത്തിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതാ ഇല അടർക്കാൻ പോയപ്പോൾ ഒരാളും കൂടെ സഹായിച്ചില്ലേ, അപ്പോൾ അവനും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ പട്ടിക്കുട്ട. അപ്പോൾ എന്നെ കണ്ടത് ഇതാ ഓടി വരുന്നുണ്ട്. എൻ്റെ കയ്യിൽ എന്തോ ഇരിക്കുന്നതെന്ന് ആൾക്ക് മനസ്സിലായി കേട്ടോ. അങ്ങനെ ഇത് ആളും കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എന്നോട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആൾ മൊത്തം കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.